ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോസിൻ്റെ നമ്മുടെ ഓൺലൈൻ സെല്ലറാണ് പുള്ളിക്കാരി, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ റീംസ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരി നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഒരു കോൾ വന്നു, ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ വേറെ പ്ലാൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഞാൻ അങ്ങനെ ഓൺലൈനിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും പാഴ്സൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം പാഴ്സൽ വന്നു, എൻ്റെ പേരിലാണ്, ടാൻകൂർ ഗാർഡൻസിനാണ് വന്നേക്കുന്നത്. അപ്പോൾ പേര് ഞാൻ നോക്കിയപ്പോൾ റീംസ് എന്നായിരുന്നു കണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. പക്ഷെ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനും ഹസ്ബൻഡും ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാൻ ഈ ഒരു നോക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഒരു പാഴ്സൽ പൊട്ടിച്ചപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം. എന്താണെന്നുള്ളത് നിങ്ങളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് കരുതി. കാരണം പുള്ളിക്കാരി നമുക്ക് തന്നൊരു സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, അത് ഒരു ദിവസം കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീട്ടിലേക്ക് വരും, ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാഴ്സൽ വന്നപ്പോൾ അവൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഫസ്റ്റത്തത് ഒരു കേക്കാണ് കേട്ടോ. കേക്കാണ് അയച്ചു തന്നേക്കുന്നത്. കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റല്ലേ. അപ്പോൾ അതിലുള്ള സന്തോഷം എത്രയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ലെറ്ററും ഉണ്ട്, നമുക്കത് വായിച്ചു നോക്കാം. അത്യാവശ്യമായി തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതിനാൽ 20-ാം തീയതി വരെ ബിസിയായി പോകുന്നു. ഇതെൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. വരുന്നത് വരെ ചിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അയക്കുന്നു. താമസിയാതെ നേരിട്ട് വരാം. ബൈ റീംസ്. അപ്പോൾ പിന്നെ ഒരുപാട് സന്തോഷം. ലെറ്ററൂടെ കിട്ടിയപ്പോഴത്തേക്ക് അതിലേറെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇത് അടുത്തത് സ്വീറ്റ്സാണ് കേട്ടോ. ഇതിനകത്തൊക്കെ വന്നേക്കുന്നത് സ്വീറ്റ്സാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ്സൊക്കെ ഇഷ്ടമാണ്. അതുമാത്രമല്ല, ഈ കേക്ക് എന്ന് പറയുന്നത് എൻ്റെ ക്രിസ്മസിലെ ഫസ്റ്റത്തെ കേക്കാണ്. അപ്പോൾ അതും ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, അങ്ങനെ തന്നെ പറയാം. കാരണം റീംസിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലുത് തന്നെ ആണ്. അത് നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു മീറ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗിഫ്റ്റ് അയച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് റീംസിന്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് സ്വീറ്റ്സ് ആയിരുന്നു. എനിക്ക് ഏതെടുക്കണമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. എന്നാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നോ പറയേണ്ടതെന്നോ ഒന്നും അറിയില്ല. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് നന്ദി, ഒത്തിരി നന്ദി. ഞാനിപ്പോൾ എടുത്ത് കഴിച്ചു നോക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. എല്ലാം ഒന്നിനൊന്ന് മികച്ചതെന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരും പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡും ഒട്ടും എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേക്കാണ്. അമ്മ അവിടെ പോയി കത്തിയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. കൈ കൊണ്ട് മുറിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ കത്തിയൊക്കെ എടുത്തിട്ട് വന്നു. നെക്സ്റ്റ് കേക്കാണ്. അതും സൂപ്പറായിരുന്നു, ഒട്ടും രക്ഷയില്ല. അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ സന്തോഷം ഞാൻ മാത്രമല്ല, വീട്ടിലുള്ളവരും അമ്മയായാലും അച്ഛനായാലും ഹസ്ബൻഡായാലും ഒരുപോലെ തന്നെ ഹാപ്പി ആയൊരു നിമിഷമായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അതും നമുക്കിങ്ങനെ ഓൺലൈനിൽ നിന്ന് പരിചയം, ഓൺലൈനല്ല, നമുക്കിങ്ങനെ ജസ്റ്റ് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ആളല്ലേ. വീട്ടുകാർക്കൊന്നും റീംസിനെ അങ്ങനെ നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ല. നമ്മൾ ട്രിവാൻഡ്രം ആണ്, നിന്നപ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ട് പരിചയമില്ല. ജസ്റ്റ് വീഡിയോസിലൂടെ കണ്ട് പരിചയമുള്ള ഒരാളല്ലേ. അമ്മയായാലും ജസ്റ്റ് വീഡിയോസ് കണ്ട് പരിചയമാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ് റീംസ്. താങ്ക് യു.